ഹലോ. കഴിഞ്ഞ ദിവസം ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യം നമ്പർ 1. താഴെ തന്നിരിക്കുന്നവയിൽ കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അതിൽ ഓപ്ഷൻ നമ്പർ ഡി ആണ് ആൻസർ. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതായത് 1498 മെയ് മാസത്തിൽ വാസ്കോഡ ഗാമ കോഴിക്കോടെത്തി. 1500 പെഡ്രോ അൽവാറസ് കബ്രാളിൻ്റെ നേതൃത്വത്തിൽ രണ്ടാം പോർച്ചുഗീസ് സംഘം കേരളത്തിലെത്തി. 1502 വാസ്കോഡ ഗാമ രണ്ടാം തവണ കേരളത്തിലെത്തി. പോർച്ചുഗീസുകാർ കേരളം വിടുന്നതുവരെ കോലത്തിരിമാരുമായി അവർക്ക് സ്ഥിരവും തുടർച്ചയുള്ളതുമായ സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് യൂറോപ്യൻ ശക്തിയെയാണ് പരാജയപ്പെടുത്തിയത്? ആൻസർ സി, ഡച്ചുകാരെയാണ് പരാജയപ്പെടുത്തിയത്. ക്വസ്റ്റ്യൻ നമ്പർ 3. ഹോർത്തൂസ് മലബാറിക്കസ്, ഹെൻറിക് വാൻ റീഡ്, മാമാങ്കം കിളിപ്പാട്ട്, കാടഞ്ചേരി നമ്പൂതിരി, പെരുമാൾ തിരുമൊഴി, കുലശേഖര ആൾവാർ, തുഹ്ഫത്തുൽ മുജാഹിദീൻ, ഷെയ്ഖ് സൈനുദ്ദീൻ. ഓരോ പുസ്തകങ്ങളുടെയും അവരുടെ രചയിതാക്കളുടെയും പേരാണ്. ആൻസർ ഓപ്ഷൻ എ. 4ാമത്തെ ചോദ്യം. കേരളത്തിലെ ഒന്നാമത്തെ EMS നമ്പൂതിരിപ്പാടിൻ്റെ കീഴിലുള്ള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ജോസഫ് മുണ്ടശ്ശേരിയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. KR ഗൗരി ആയിരുന്നു റവന്യൂ വകുപ്പ് മന്ത്രി. 1, 3 പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകൾ. ചോദ്യം നമ്പർ 5. മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്? അക്ബർ ആണ് മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. 6ാമത്തെ ചോദ്യം. ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുത്തത്? ആൻസർ ബി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ചോദ്യം 7. താഴെ പറയുന്ന സംഭവങ്ങൾ അവ നടന്ന കാലക്രമം അനുസരിച്ച് ക്രമീകരിക്കുക. ഉത്തരം ഡി ആണ്. ആദ്യം നടന്നത് ബംഗാൾ വിഭജനം, പിന്നീട് റൗലറ്റ് ആക്ട്, നെഹ്റു റിപ്പോർട്ട്, ഗാന്ധി ഇർവിൻ പാക്റ്റ്.